ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ STLDയുടെ ആദ്യത്തെ 4 മൊഡ്യൂളുകൾ കവർ ചെയ്ത് അവസാനത്തെ മൊഡ്യൂളായ മൊഡ്യൂൾ 5ലേക്ക് വന്നിരിക്കുകയാണ്. ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ പറയുന്നത് അരിത്തമെറ്റിക് അൽഗോരിതംസ് ആണ്. ഫൈനലി റോം എന്നുള്ളൊരു ഡിവൈസും PLA എന്നുള്ളൊരു ഡിവൈസും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഇതിൻ്റെ പല പല ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നമുക്ക് അറിയാം, പേരിൽ നിന്ന് തന്നെ ഭയങ്കര ഒബ്വിയസ് ആണ്. ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ സംഭവിക്കുക. സോ ഇതൊരു സീക്വൻഷ്യൽ ഡിവൈസ് ആണ്. അതായത് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഇതിന്റെ ബേസിക് ഡേറ്റ എലമെന്റ് എന്ന് പറയുന്നത്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അടുത്തതിലേക്ക് കണക്ട് ചെയ്തേക്കുന്നു. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട്, അടുത്തതിന്റെ ഔട്ട്പുട്ട് അതിന്റെ അടുത്ത ഇൻപുട്ട്, അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ടാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ലാച്ചസ്. അത് കഴിഞ്ഞ് സോ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു എൻഡിൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കും, ഡേറ്റാ ബിറ്റ്സിനെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഈ ഡേറ്റാ ബിറ്റ്സിനെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അതിന്റെ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഈ ഷിഫ്റ്റിംഗ് ആണ് ഇതിന്റെ ബേസിക് വർക്കിംഗ് തന്നെ. ഈ ഷിഫ്റ്റിംഗ് നടക്കുന്നത് ഓരോ ക്ലോക്ക് സൈക്കിളിലും ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഷിഫ്റ്റ് രജിസ്റ്റർ എന്നുള്ള പേര് വന്നത്. ബേസിക്കലി ഡി ടൈപ്സ് ഡേറ്റ ലാച്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താന്നൊക്കെ മുന്നത്തെ മൊഡ്യൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയുന്ന പോലെ ഇത് ലോജിക് ഏത് 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ആൻഡ് ആദ്യം പറഞ്ഞ പോലെ ഒരു ഔട്ട്പുട്ടിനെ മറ്റു ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര ഡേറ്റ ലാച്ചസ് ഒരു സിംഗിൾ ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി നമുക്ക് എത്ര ബിറ്റ്സിന് സ്റ്റോർ ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര ലാച്ചസ് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് 8 ബിറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പോലെ 8 ഇൻഡിവിജ്വൽ ഡേറ്റ ലാച്ചസ് ഉള്ള പോലെയാണ്. നമ്മൾ പക്ഷെ ഡിസ്കസ് ചെയ്യുന്നത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള സർക്യൂട്ട് ആയിരിക്കും. സോ നമുക്ക് നേരെ സർക്യൂട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ, സർക്യൂട്ടിൽ പോകാനായിട്ട് ആദ്യം ഡിഫറെന്റ് ടൈപ്സ് പഠിക്കണം. അപ്പോൾ ടൈപ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആകെ ഈ ലിസ്റ്റില് സീരിയൽ ഇൻ സീരിയൽ ഔട്ടും സീരിയൽ ഇൻ പാരലൽ ഔട്ടും പിന്നെ ഫൈനലി ഈ യൂണിവേഴ്സൽ എന്താണെന്നാണ് ഉള്ളത്. അപ്പം ആദ്യം സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് തുടങ്ങാം. പേരിൽ നിന്ന് എല്ലാത്തിന്റെയും പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റാ ബിറ്റ്സിനെ ഒരു സൈഡിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കും. അതിനെ സീരിയലി ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നതും 1 by 1 ആയിരിക്കും. സോ 1 by 1 ഇൻപുട്ട് കൊടുക്കുന്നു, 1 by 1 ഔട്ട്പുട്ട് കൊടുക്കുന്നു. അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. നെക്സ്റ്റ് വൺ സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറയുമ്പോൾ 1 by 1 നമ്മൾ ഇൻപുട്ട് കൊടുക്കും, സെയിം ആസ് ബിഫോർ. ബട്ട് ഓരോ ഡേറ്റ ലാച്ചസിൽ നിന്നും ഒറ്റയടിക്ക് പാരലലി ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഇപ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ ഈ 4ലേക്കും 1 by 1 ഇൻപുട്ട് കൊടുത്ത് ആ 4 ഫ്ലിപ്പ് ഫ്ലോപ്സിലും ഡേറ്റ എത്തിക്കഴിയുമ്പോൾ ഒറ്റയടിക്ക് അതിനെ ഔട്ട്പുട്ട് എടുക്കുന്നു. അടുത്തത് പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഈ 4 തന്നെ വിചാരിക്കുക, ഈ 4ലേക്കും നമ്മൾ ഡേറ്റ കൊടുത്ത് സീരിയൽ ആയിട്ട് ആയിരിക്കും പുറത്തെടുക്കുക, 1 by 1 ആയിരിക്കും പുറത്തെടുക്കുക. അപ്പോൾ ഒബ്വിയസ്ലി പാരലൽ ഔട്ട് എന്താണെന്ന് മനസ്സിലായി കാണും. ഒരുമിച്ച് ഡേറ്റ കൊടുക്കുന്നു, ഒരുമിച്ച് ഡേറ്റ എടുക്കുന്നു. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അത് എന്താണെന്ന് നമ്മൾ വഴിയെ പറയുന്നതാണ്. അടുത്തത് ഡയറക്ഷൻ. സോ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഷിഫ്റ്റിംഗ് തന്നെ 2 രീതിയിൽ നടക്കാം, രണ്ടല്ല ഇത്ര രീതികളിൽ നടക്കാം. ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഡേറ്റ കൊടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് റൈറ്റിൽ ഡേറ്റ കൊടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിൽ ഔട്ട്പുട്ട് എടുക്കാം. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇതിനെ മൊത്തം ഡേറ്റ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നാണെങ്കിൽ ബൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് ലെഫ്റ്റും റൈറ്റും ചെയ്യാൻ പറ്റും. അതാണ് ബൈ ഡയറക്ഷണൽ. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ്. അടുത്തത് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്ററിലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് പറയുന്നത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. സോ ഇവിടെ ഇതാണ് സർക്യൂട്ട്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ആദ്യം പറഞ്ഞ പോലെ തന്നെ. MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വരുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വരുന്നത് റൈറ്റ് മോസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലും ആയിരിക്കും. ഇവിടെ കാണിച്ച പോലെ സീരിയൽ ഔട്ട്പുട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് എടുക്കുക. ഇതിപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് പറയുന്നത്. ഈ പെർട്ടിക്കുലർ സർക്യൂട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ഒരു ക്ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആക്റ്റീവ് ലോ ഇൻപുട്ട് ആണ് ക്ലോക്കിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ളത് കൊണ്ട് നമുക്കറിയാം 4 ഡേറ്റ ബിറ്റ്സിനെ ആയിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക. 1111 എന്നുള്ള ഡേറ്റ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ 1നെ ഈ ഡിനായിട്ട് കൊടുക്കും.
അപ്പൊ ആദ്യം നമ്മൾ ക്ലോക്ക് സൈക്കിള് ഇതിനെ ക്ലിയർ ചെയ്യും. എല്ലാം 0 0 ആണ്. ഇനീഷ്യൽ എല്ലാം 0 ആണ്. 0 0 0 0. അടുത്തത് നമ്മൾ 1 ഇവിടെ കൊടുക്കുന്നു. ഈ 1 ഇവിടെ കൊടുക്കുമ്പോൾ D3 നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് അറിയാം. ഇത് വർക്കിംഗ് സ്റ്റേറ്റിൽ D1 ആവുമ്പോൾ Q1 ആവും, D0 ആവുമ്പോൾ Q0 ആവും. അങ്ങനെയാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ്. അപ്പോ ഇവിടെ നമ്മൾ D3 1 കൊടുത്തു. അതായത് D എന്ന് പറയുമ്പോൾ D3 1 കൊടുക്കും. ഒന്നാമത്തെ ക്ലോക്ക് സൈക്കിൾ എന്ത് സംഭവിക്കും? Q3 നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ 1 കിട്ടും. സോ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഈ 1 ആയിരിക്കും ഇവിടെ D2 ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അങ്ങനെ വന്നു. അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അടുത്ത ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടുത്ത 1, ഈ സെക്കൻഡ് ലാസ്റ്റ് 1 അടുത്ത വീണ്ടും നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഇവിടെ കൊടുക്കുന്നു. സോ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള 1 ഇവിടെ എത്തും. സോ Q2 1 ആവും. ആൻഡ് നമ്മൾ സെക്കൻഡ് കൊടുത്ത ഈ 1 ഈ Q3 ആയിട്ട് വരും. സോ ഇനി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ Q2 ആയിരിക്കും അടുത്ത D1 ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പം ആൻഡ് Q3 ആയിരിക്കും D2 ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 1നെ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. സോ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഇത് അടുത്ത വീണ്ടും ഔട്ട്പുട്ട് വരും. അതായത് ഇപ്പൊ ഇവിടെ കൊടുത്ത 1 ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരും. ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ വരും. ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് വരും. സോ ഇപ്പൊ Q1 1 ആയതുകൊണ്ട് D1ഉം 1 ആയിരിക്കും അടുത്ത ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ തൊട്ടും. ബാക്കിത്തെ എല്ലാം സെയിം പോലെ തന്നെ നമ്മൾ ഈ 1നെ ഇവിടോട്ട് കൊടുക്കും. സോ അതുപോലെ D3 1 ആവും. സോ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടായിരുന്ന 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വരും. ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വരും. ഇവിടെ ഉണ്ടായിരുന്നത് ഫൈനലി ഇവിടെ സീരിയൽ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ 1 വരും. സപ്പോസ് ഇനി ഇവിടെ ഒരു 0 കൂടി ഉണ്ടെന്ന് വെച്ചോ. അപ്പം നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഈ 1 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 0 ആയിരിക്കും. ഇനി അടുത്തത് ഈ 0 ഇവിടെ വരും. ഇങ്ങനെ പോകും. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആഫ്റ്റർ ഇത്ര പെർട്ടിക്കുലർ നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ്, ഐ തിങ്ക് 1 2 3 4 ക്ലോക്ക് സൈക്കിൾസ് നമുക്ക് ആദ്യത്തെ ഈ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇവിടെ പുറത്തെത്തി. അടുത്ത നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ആദ്യത്തെ ഈ 1 പുറത്തെത്തി. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ സെക്കൻഡ് ലാസ്റ്റ് അതും വന്നു. അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അടുത്ത 1 വന്നു. ആൻഡ് ഫൈനലി തൊട്ട് ശേഷമുള്ളതും വന്നു. പിന്നെ 0 നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പിന്നെ വരുന്നതായിരിക്കും. സോ 1 by 1 ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, 1 by 1 ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു, സീരിയലി ഔട്ട്പുട്ട് എടുത്തു. ഇതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് രജിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം ആൻഡ് സ്റ്റേറ്റ് ഡയഗ്രാം പോവാണ്. ട്രാൻസിഷൻ ടേബിൾ ആൻഡ് സ്റ്റേറ്റ് ഡയഗ്രാം. സോ ഇവിടെ ട്രാൻസിഷൻ ടേബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇനീഷ്യലി എല്ലാം 0 ആണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഒന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ എല്ലാം 0 ആണ്. അതായത് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. അടുത്തത് നമ്മൾ ക്ലോക്ക് പൾസ് മാറ്റി കൊടുത്തു. അത് അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ Q3 1 ആയി. അതേപോലെ തന്നെ ഇവിടെയും ആ ക്ലോക്ക് സൈക്കിളിൽ Q3 1 ആയി. സോ ഇവിടെ ഫോളിംഗ് എഡ്ജിലാണ് കേട്ടോ, അതായത് എഡ്ജ് ട്രിഗേർഡ് ആണ്. അപ്പൊ ഫോളിംഗ് എഡ്ജിലായിരിക്കും ഇവിടെ ചേഞ്ചസ് വരിക. അപ്പം ഓക്കെ, അപ്പൊ ആദ്യം Q3 1 ആയി, ബാക്കിയെല്ലാം ഇപ്പോഴും 0 ആണ്. അടുത്തതിൽ എന്ത് സംഭവിച്ചു? ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. അപ്പൊ ഇവിടെ എന്ത് പറ്റി? അടുത്ത ക്ലോക്ക് സൈക്കിളില് Q2 1 ആയി. Q1ന്റെ ഈ ഷിഫ്റ്റ് ചെയ്ത 1 ഇവിടെ എത്തി. സോറി, ഷിഫ്റ്റ് ചെയ്ത 1 അല്ല, നമ്മൾ പുതിയതായിട്ട് കൊടുത്ത 1. നമ്മൾ 1 ആണല്ലോ കൊടുക്കുന്നത്. അപ്പം ആ 1 ഇവിടെ എത്തി. ഇവിടെ ഉണ്ടായിരുന്ന ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ബാക്കിത്തെ രണ്ടും സ്റ്റിൽ 0 ആണ്. ഇവിടെ ഷിഫ്റ്റിംഗ് കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്ലോക്ക് സൈക്കിളിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഉണ്ടായിരുന്ന ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഈ 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോറി, ഈ സെക്കൻഡ് 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. തേർഡ് ഡിജിറ്റിനെ നമ്മൾ ഇവിടെ കൊടുക്കും, Q3 കൊടുക്കും. സോ നമുക്ക് ട്രാൻസിഷൻ ഡയഗ്രത്തിലും കാണാം. തേർഡ് 1നെ ഇവിടെ Q3 കൊടുത്തു. ബാക്കിത്തെ എല്ലാം ഷിഫ്റ്റിംഗ് സംഭവിച്ചു. Q1 വരെ ഇപ്പോൾ 1 ആണ്. ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമാണ് 0 ആയിട്ടുള്ളത്. ആൻഡ് ഫൈനലി അടുത്ത ക്ലോക്ക് സൈക്കിളിൽ എന്ത് സംഭവിക്കും? ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇതില് ലാസ്റ്റത്തെ 1 വരും. Q3 ആയിട്ട് ലാസ്റ്റത്തെ 1 വരും. അപ്പം ഫൈനലി ഇപ്പം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഡേറ്റ എത്തി. ഇനി അടുത്ത ക്ലോക്ക് സൈക്കിളിലായിരിക്കും നമുക്ക് ഈ Q3ന് ഔട്ട്പുട്ട് ആയിട്ട് പുറത്തേക്ക് കിട്ടുക. അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഈ 1 കിട്ടും. അതിന്റെ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അടുത്ത 1 കിട്ടും. സോറി, ഇവിടെ നിന്നല്ല വരിക,
Q1 എന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. സോ ആദ്യത്തെ ക്ലോക്ക് സൈക്കിളിൽ ഈ ആദ്യത്തെ 1 കിട്ടും, പിന്നത്തെ ക്ലോക്ക് സൈക്കിളിൽ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി അടുത്ത 1 കിട്ടും. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പുറത്ത് കിട്ടും. സോ അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് രജിസ്റ്ററിന്റെ വർക്കിംഗ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ആണ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബേസിക്കലി ആദ്യത്തെ സർക്യൂട്ട് തന്നെയാണ് ഇതിന്റെ മെയിൻ സ്ട്രക്ചർ. മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഓരോ ഔട്ട്പുട്ടിൽ നിന്നും, അതായത് ഓരോ സ്റ്റേറ്റിൽ നിന്നും താഴേക്ക് ഒരു ഔട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ഓരോ ഔട്ട് എടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അവിടെ നമുക്ക് സീരിയലി നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ ഓരോ ക്ലോക്ക് സൈക്കിളിലേക്ക് 1 by 1 ആയിരിക്കും എടുക്കുക. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഈ 1111 എന്നുള്ള ഈ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഔട്ട്പുട്ട് എടുക്കാമെങ്കിൽ അടുത്ത ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ തന്നെ ഈ വൺസിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. സോ അതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ചെയ്യുന്നത്. 1 by 1 ആയിട്ട് പുറത്തെടുക്കാതെ ഒറ്റയടിക്ക് പുറത്തെടുക്കുന്നു. സോ അത് നോക്കാം. ഇവിടെ ഇത് 1111 ഓരോ ഇതിലും സ്റ്റോർ ആയി കഴിയുമ്പോൾ ഒന്നാമത്തെ 1 എത്തി, ഇതിൽ 1 ഉണ്ട്, ഇതിൽ 1 ഉണ്ട്. അത് Q3 1 ആണ്, Q2 1 ആണ്, Q1 1 ആണ്, Q0 1 ആണ്. ഈ സ്റ്റേറ്റ് എത്തുമ്പം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ നമ്മുടെ ഔട്ട്പുട്ടിനെ കിട്ടും. സോ അതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. മുന്നത്തെ സർക്യൂട്ട് തന്നെ ഓൺലി ഡിഫറൻസ് അതിന്റെ ഓരോ സ്റ്റേറ്റിൽ നിന്നും, ഓരോ Q ഔട്ട്പുട്ടിൽ നിന്നും, Q സ്റ്റേറ്റിൽ നിന്നും ആ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. സോ നെക്സ്റ്റ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ റൈറ്റും ലെഫ്റ്റും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടും സംഭവിക്കും. യൂണി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണ്, ഏതർ ലെഫ്റ്റ് ഓർ റൈറ്റ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട് രണ്ടും ലെഫ്റ്റ് ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, റൈറ്റിലോട്ടാണ്, റൈറ്റ് ഷിഫ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത രണ്ടും. അതേപോലെ ലെഫ്റ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ പറയുന്നില്ല. അപ്പൊ അതേപോലെ അതാണ് യൂണി ഡയറക്ഷണൽ. ഇനി ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ് അതെന്ന് പറയുമ്പോൾ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ടത് രണ്ട് കേസസും സീരിയലി ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അതിന് പകരം പാരലലി ലോഡ് ചെയ്യുന്നു, പാരലലി ഇൻപുട്ട് കൊടുക്കുന്നു. അതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ്. സോ അതിനാണ് നമ്മൾ ആക്ച്വലി യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയാം. അതായത് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റിങ്ങും പറ്റും, ലെഫ്റ്റിലും റൈറ്റിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം പാരലൽ ലോഡ് കൊടുക്കാനും പറ്റും. അതാണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, സോ ഇതാണ് ഡയഗ്രാം. കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം, പക്ഷെ നമ്മൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിരിക്കും. സോ ഇതിന്റെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ കാണാം മക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, മൾട്ടിപ്ലെക്സർ വെച്ചിട്ട്. മൾട്ടിപ്ലെക്സറിന്റെ വർക്കിംഗ് നമ്മൾ മുന്നേ കവർ ചെയ്തിട്ടുണ്ട് മുന്നത്തെ മൊഡ്യൂൾസിൽ. അപ്പോൾ മൾട്ടിപ്ലെക്സർ നമുക്കറിയാം, രണ്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. സോ രണ്ട് ഇൻപുട്ട് ബിറ്റ് ആയിരിക്കും ഉണ്ടാവുക. മക്സ് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിനെ ഡയറക്റ്റ് ചെയ്ത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഇതിനെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കും. നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ S1 S0 എന്താവുമ്പോൾ, ലൈക്ക് 0 0 1 0 അങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് ഉണ്ട്. അങ്ങനെ ഓരോ വാല്യൂസിനും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് 4 കേസസ് ആണുള്ളത്. നമുക്കറിയാം 4:1 മക്സ് ആണ്. അപ്പൊ 4 ഇൻപുട്സ് ആണ്, 4 കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. 0 0 നോ ചേഞ്ച്, അതായത് നമ്മുടെ ഇൻപുട്ട് 0 0 ആണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, എന്താ കറന്റ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. 0 1 ആണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് നടക്കും, 1 0 ആണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് നടക്കും, 1 1 ആണെങ്കിൽ പാരലൽ ലോഡിങ് നടക്കും. അപ്പൊ ഇത് ഈ സർക്യൂട്ട് വെച്ച് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ കേസ് 0 0. സോ ഇവിടെ 0 0 ആണെങ്കിൽ നമുക്കറിയാം ഇതായിരിക്കും ഇങ്ങോട്ട് പോവുക, ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഈ സംഭവം നേരെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് പോകുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കിയാൽ നേരെ ഇത് പിന്നെയും കണക്ട് ചെയ്തിരിക്കുന്നത് 0ലേക്ക് തന്നെയാണ്. അപ്പൊ എന്താ, ഈ സെയിം സംഭവം എന്താണോ ഇതിലുണ്ടായിരുന്നത് അത് തന്നെ വീണ്ടും അവിടെ കിടന്ന് കറങ്ങുന്നു, അത്രേ സംഭവിക്കുന്നത്.
അതേപോലെ തന്നെയാണ് എല്ലാത്തിലും. ഇവിടെ ഈ 0 ഇങ്ങോട്ട് പോവും, അത് വീണ്ടും ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ച് 0 തന്നെ വരും. സോ എന്താണ് കറന്റ് സ്റ്റേറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഈ 4 മക്സിൽ നടക്കുക. അപ്പൊ 0 നമുക്ക് ഭയങ്കര ഒബ്വിയസ് ആണ്, ഒരു ചേഞ്ചും ഉണ്ടാവില്ല കറന്റ് സ്റ്റേറ്റിന്. അടുത്ത നമ്മുടെ 0 1. സോ 0 1 ഇവിടെ അറിയാം ഷിഫ്റ്റ് റൈറ്റ് ആണ് നടക്കുന്നത്. സോ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇവിടെ നിന്നാണ് ഈ സെക്കൻഡ് 0 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ആയിരിക്കും മക്സ് ഔട്ട്പുട്ട് കൊടുക്കുക. അപ്പം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഡേറ്റ നമ്മൾ ഈ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുത്തു, ഇതിനെ മക്സ് ഡയറക്റ്റ് ചെയ്ത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുക്കുമ്പം ഇതിന്റെ ഔട്ട്പുട്ട് എടുത്താൽ നോക്കുക, ഇത് ഇവിടെ നിന്ന് ഇതിനെ നേരെ കണക്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്കാണ്. സോ ഒന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഡേറ്റ ഇവിടെ വരും. അടുത്ത ക്ലോക്ക് സൈക്കിൾ അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ നിന്ന് പോയി അടുത്ത ക്ലോക്ക് സൈക്കിൾ എന്ത് ചെയ്യും, ഇതിന്ന് ഇവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ വന്ന് അടുത്ത ഈ ഫസ്റ്റ് പൊസിഷനിലോട്ട് എത്തും. പിന്നെ ഇവിടെ നിന്ന് പിന്നെയും പോയി ഈ ഫസ്റ്റ് പൊസിഷനിലോട്ട് എത്തും. സോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. സോ ആദ്യം നമ്മൾ 1 കൊടുത്താൽ ആ 1 ഇങ്ങോട്ട് പോകും, അടുത്ത 0 കൊടുത്ത അപ്പൊ അടുത്തതിൽ ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, അടുത്ത 0 കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. സോ നമ്മൾ ആദ്യം സിസോ സീരിയൽ ഔട്ടിൽ പറഞ്ഞ പോലെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകും. അത്രേ ഉള്ളൂ. ബേസിക്കലി ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ നിന്ന് 1 കൊടുക്കുന്നു, ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ 1 കൊടുക്കുന്നു, അത് ഇങ്ങോട്ട് പോയി ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ 1 കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഷിഫ്റ്റ് റൈറ്റ് നടക്കുന്നത്. അടുത്തത് നമുക്കറിയാം 1 0 സോ നമ്മളിപ്പോ 0 1 പറഞ്ഞു, അടുത്ത 1 0 ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ് നടക്കുക. സോ 1 0 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷൻ 2 സോ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റിനുള്ള ഇൻപുട്ട് കൊടുക്കുക, ഈ സൈഡിൽ നിന്ന്. സോ ഈ സൈഡിൽ നിന്ന് ഇൻപുട്ട് വരുന്നു, അത് നമ്മൾ 2 കൊടുക്കുന്നു. 2 നേരെ ഇത് ഇങ്ങോട്ട് പോയി Q ഔട്ട്പുട്ട് വന്നു. ഈ ഔട്ട്പുട്ടിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് അല്ല, സെയിം പ്രോസസ് ആണ് നടക്കുന്നത്. ഈ 2 വന്ന് നേരെ പോകുന്നത് ഇവിടത്തെ 2 ഇവിടുന്ന് ഇതിന് ഔട്ട്പുട്ട് പോയി അടുത്ത ക്ലോക്ക് സൈക്കിളിൽ എന്ത് സംഭവിക്കും, ഇത് നേരെ പോയിട്ട് ഇവിടുന്ന് ഈ 2 പോകും. സെയിം പ്രോസസ്, ഇവിടുന്ന് ഇതിങ്ങനെ പോയി ഈ 2 പോകും. ഫൈനലി നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. സോ ഈ A3 A4 A2 A1 ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന സ്ഥലം. I4 I3 I2 I1 ആണ് ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലം. സോ അത് ഈ 4 ഇൻപുട്ട് എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാരലൽ ഇൻപുട്ട് ആണ്. സീരിയൽ ഇൻപുട്സ് കൊടുക്കുന്നത് ഇവിടത്തെ 1 ഈ ലാസ്റ്റ് 1 ഈ 2 ആയിരിക്കും സീരിയൽ ഇൻപുട്സ് കൊടുക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് പറഞ്ഞു, ലെഫ്റ്റ് ഷിഫ്റ്റ് പറഞ്ഞു, ഫൈനലി പാരലൽ ലോഡിംഗ് ആണ്. സോ പാരലൽ ലോഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഓരോ പൊസിഷൻസിലോട്ടായിരിക്കും എന്ത് സംഭവിക്കുക, ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. സോ ഈ 4 പൊസിഷനിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. 1 1 പാരലൽ ലോഡിംഗ് നടക്കുക. അപ്പൊ എല്ലാ മക്സും ഈ തേർഡ് പൊസിഷനിലുള്ള ഡേറ്റേനെയാണ് ഔട്ട് കൊടുക്കുക. സോ നമ്മൾ ഓരോ തേർഡ് പൊസിഷനിലോട്ടും ഓരോ ഇൻപുട്സിനെ കൊടുത്തു. അത് വേറെ പ്രത്യേകിച്ച് ഇവിടെ പറയാനൊന്നുമില്ല. നേരെ ഇങ്ങോട്ടേക്ക് ഔട്ട് കൊടുത്തു, അത് നേരെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തു, ഡിയിൽ നേരെ ഔട്ട്പുട്ട് വരുന്നു. സോ പാരലൽ ലോഡിംഗ് നടന്നു. ഇങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ വർക്കിംഗ്. അതായത് ബൈഡയറക്ഷണൽ 4-bit ബൈഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ്. ഇതിന്റെ പേരാണ് യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, സോ അടുത്തത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അടുത്ത നമുക്ക് പഠിക്കാനുള്ള റിംഗ് കൗണ്ടർ ആണ്. സോ റിംഗ് കൗണ്ടർ എന്ന് പറയുമ്പം അത് ബേസിക്കലി സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കുറച്ചൊരു മോഡിഫൈഡ് ഫോം ആണ്. മോഡിഫൈഡ് ഫോം എന്ന് പറയുമ്പം നമുക്ക് സർക്യൂട്ടിലേക്ക് ആദ്യം തന്നെ ഒന്ന് പോവാം, എന്നിട്ട് ബാക്കിത്തെ ഡിസ്കസ് ചെയ്യാം. സോ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇത് ശരിക്കും പറഞ്ഞാൽ സിസോ ആണ്. ഇവിടെ നിന്ന് ഒരു ക്ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ഒരു പ്രീസെറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയറും പ്രീസെറ്റും കൊടുക്കുന്നുണ്ട്. ക്ലിയർ പ്രീസെറ്റ് ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന്റെ പറഞ്ഞുതരാം. സോ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് D1 കൊടുക്കുന്നു, Q1 D2 അങ്ങനെ എല്ലാത്തിന്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നു. ഫൈനലി നമ്മൾ സിസോയിൽ ചെയ്തത് ഇവിടെ ഈ ഔട്ട്പുട്ട് ഇങ്ങനെ പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സംഭവത്തിനെ വീണ്ടും ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു. സോ അതാണ് സിസോന്റെ സർക്യൂട്ടിൽ നിന്നുള്ള ഡിഫറൻസ്.
സർക്യൂട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം പറയാം. നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവില്ല. നമ്മൾ ആദ്യം സ്റ്റേറ്റ് ഡയഗ്രാം എല്ലാത്തിനും പഠിച്ചു, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. സോ ഇവിടെ എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ്ഡ് ആണ്. സോ ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഉള്ളത്, അതുകൊണ്ട് 4 സ്റ്റേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നമ്മളിനി സർക്യൂട്ടിലേക്ക് കടക്കാം. സർക്യൂട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ പ്രീസെറ്റ് ക്ലിയർ ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ക്ലിയർ ബിറ്റ് നമുക്ക് അറിയാം. ക്ലിയർ ബിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ 0 ആണെങ്കിൽ Q 0 ആയിരിക്കും, പ്രീസെറ്റ് 0 ആണെങ്കിൽ Q 1 ആവും. സോ അത് നമ്മൾ എന്താ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ ക്ലിയറും പ്രീസെറ്റും വെച്ചിട്ട്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്രീസെറ്റും ക്ലിയറും ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സിഗ്നൽ ആണ് ഇത്. അപ്പോൾ ഈ സിഗ്നലില് ഒന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റിലോട്ടും ബാക്കിത്തെ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ക്ലിയറിലോട്ടുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കി അറിയാം. സോ അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ആക്റ്റീവ് ലോ ഇൻപുട്ട് ആണ്. സോ ഇൻപുട്ട് ലോ ആവുമ്പം പ്രീസെറ്റ് സോ ഇൻപുട്ട് ഹൈ ആവുമ്പം പ്രീസെറ്റ് 0 ആവും. സോ എന്ത് സംഭവിക്കും? ഇവിടെ Q ഇത് ഇനീഷ്യലി 1 ആവും, ബാക്കിത്തെ എല്ലാം 0 ആവും. ഓക്കെ, സോ ഇതാണ് ഇനീഷ്യലി സംഭവിക്കുക. സോ ഇനി നമ്മൾ സർക്യൂട്ടിന്റെ വർക്കിംഗ് പറയാണ്. സോ ഇവിടെ നമ്മൾ 1 ആയിന്ന് കണ്ടു. ഇത് Q0 1 ആയിരിക്കും. Q0 1 ആവുന്നു, ഇത് 0 ആവുന്നു. ഓക്കെ, നമ്മളത് പറഞ്ഞു. അടുത്ത ക്ലോക്ക് സൈക്കിൾ എന്ത് സംഭവിക്കും? ഓക്കെ, സോ ഇവിടെ ഇതും പറയണം. ഇത് 0, Q3 ഇനീഷ്യലി 0 ആണ്. സോ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഈ 0 ആയിരിക്കും എവിടെ വരിക? കറങ്ങി ഇവിടെ വരിക. സോ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ D0 0 ആയിരിക്കും. ഇവിടെ Q0 1 ആയതുകൊണ്ട് D1 1 ആയിരിക്കും. ഇത് 0 ആയതുകൊണ്ട് D2 0 ആയിരിക്കും. ഇത് 0 ആയതുകൊണ്ട് D3 0 ആയിരിക്കും. സോ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ എന്ത് പറ്റും? ഇവിടെ വന്ന 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഔട്ട്പുട്ട് എന്ത് വരും? 0 എന്ന് വരും. ഇവിടെ ഉണ്ടായിരുന്ന 1 എന്ത് വരും? ഔട്ട്പുട്ട് ഇവിടെ 1 വരും. ഇവിടെ ഉണ്ടായിരുന്ന 0 ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ 0 വന്നു. ഇവിടെ ഉണ്ടായിരുന്ന 0 ഇവിടേക്ക് പോയി. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ദിസ് ടൈം ഇവിടെ ഉള്ള അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ D1ന്റെ ഇവിടെ 0 ആയിരിക്കും വരിക, കാരണം ഇവിടെ 0 ആണ്, 0 വന്നു. ഇവിടെ 1 ആണ്, അതുകൊണ്ട് D2 ആയിരിക്കും ഇനി 1 ആയിട്ട് വരിക. 0 0 ബാക്കിത്തെ എല്ലാം സെയിം പോലെ. അപ്പൊ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ എന്താ സംഭവിക്കുക? ഈ 0 ഇങ്ങോട്ട് വരും. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഈ 1 ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താ പറ്റുന്നത്? ഓരോ ക്ലോക്ക് സൈക്കിളിലും ആദ്യം ഇവിടെ 1 വരും, പിന്നെ ഇവിടെ 1 വരും, പിന്നെ ഇവിടെ വരും, ആൻഡ് ഫൈനലി ഇവിടെ വരും. അത് കഴിഞ്ഞ് ഇത് റിപ്പീറ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ വരുന്നു, 1 ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു. ഇങ്ങനെ ഇങ്ങനെ ആ 1 കിടന്ന് ചുറ്റാണ്. അതായത് ആ 1 ഒരു റിംഗ് ഫോം ചെയ്യും. അതാണ് റിംഗ് കൗണ്ടർ. അതുകൊണ്ടാണ് ഇതിന് റിംഗ് കൗണ്ടർ എന്നുള്ള പേരും വന്നത്. ഒരു റിംഗ് പോലെ ആ 1 റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് റിംഗ് കൗണ്ടർ എന്നുള്ള പേര് വന്നത്. അത് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നത് ഇതിന്റെ ഡയഗ്രാംസ് നോക്കുമ്പോഴാണ്. ദാസി നമുക്ക് കാണാൻ പറ്റും. സർക്യൂട്ട് വെച്ച് ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ ഇനീഷ്യലി ആക്റ്റീവ് ലോ ഇൻപുട്ട് ലോ കൊടുക്കുമ്പോൾ ക്ലിയറും പ്രീസെറ്റും സംഭവിക്കുമ്പോൾ എന്ത് വരും? Q0 പറഞ്ഞ പോലെ തന്നെ Q0 1 വരുന്നു, ബാക്കിത്തെ എല്ലാം 0 വരുന്നു. അടുത്ത ക്ലോക്ക് സൈക്കിൾ പിന്നെ നമ്മൾ ക്ലോക്ക് അതായത് ക്ലിയറും പ്രീസെറ്റും മാറ്റി. സോ ഫോളിംഗ് എഡ്ജ് ആണ്, ഇതും ഫോളിംഗ് എഡ്ജിലാണ് സംഭവിക്കുക. നമുക്കറിയാം എഡ്ജ് ട്രിഗേർഡ് ആണ്. സോ എന്ത് പറ്റി? ഈ Q3 ഉണ്ടായിരുന്ന ഈ 0 ഇവിടെ വന്നു, ഈ 1 ഇങ്ങോട്ട് പോയി, ബാക്കിത്തെ എല്ലാം 0 ആയിട്ട് നിന്നു. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ആ ഷിഫ്റ്റിംഗ് വീണ്ടും സംഭവിക്കും. ആ 1 ഇവിടെ വരും. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ബാക്കിത്തെ എല്ലാം 0, ഷിഫ്റ്റിംഗ് സംഭവിച്ചു, ആ 1 ഇവിടെ വന്നു. അടുത്ത ക്ലോക്ക് സൈക്കിൾ എന്ത് പറ്റി? ഇത് വീണ്ടും തിരിച്ച് ഇവിടെ വന്നു. ആൻഡ് ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് നോക്കി അറിയാം ഇത് ഇങ്ങനെ ഒരു റിംഗ് ഫോം ചെയ്യാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ റിംഗ് കൗണ്ടർ എന്ന് വിളിക്കുന്നു. നമുക്കറിയാം ഇപ്പൊ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? ആകെ 4 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഈ 4 സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. 100 0100 0010 0001. ഈ 4 സ്റ്റേറ്റുകളാണ് റിംഗ് കൗണ്ടറിൽ നമ്മൾ കൗണ്ടർ എന്ന് പറയുമെങ്കിലും 4 സ്റ്റേറ്റുകളാണ് വരുന്നുള്ളൂ. നമുക്കിതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം കൂടെ നോക്കാം. സി ഇതാണ് ട്രാൻസിഷൻ ഡയഗ്രാം. സോ ഇനീഷ്യലി ഇതാണ് നമ്മുടെ ക്ലോക്ക് പൾസ് പോകുന്നു. ഇനീഷ്യലി നമ്മൾ ഇതിനെ ക്ലിയർ പ്രീസെറ്റ് ചെയ്ത്, അപ്പം എന്ത് പറ്റി? Q0 ഫോളിംഗ് എഡ്ജിലാണ് കേട്ടോ സംഭവിക്കുന്നത്. സൂക്ഷിക്കണം, ഇവിടെ ഫോളിംഗ് എഡ്ജിലാണ് ഇവിടെ 1 ആവുന്നത്. ഇത് 1 ആയി, ബാക്കിത്തെല്ലാം 0 ആയി. അത് കഴിഞ്ഞ് അടുത്ത ഫോളിംഗ് എഡ്ജിൽ
അടുത്ത ഷിഫ്റ്റിംഗ് സംഭവിച്ചു, ഈ 1 ഇവിടെ വന്നു. സോ അടുത്ത ഫോളിംഗ് എഡ്ജിൽ ആ ചേഞ്ച് പറ്റി, ഇത് 0 ആയി, ഇത് 1 ആയി. അടുത്ത ഫോളിംഗ് എഡ്ജിൽ Q2 1 ആയി, ഇത് 0 ആയി. അടുത്ത ഫോളിംഗ് എഡ്ജിൽ Q3 1 ആയി, ഇത് 0 ആയി. പിന്നെ അടുത്ത ഫോളിംഗ് എഡ്ജിൽ Q3 0 ആയി, Q0 1 ആയി. സോ ഇതിങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം. അടുത്തത് നമ്മൾ പറയുന്നത്, ഓക്കെ, സോ അത്രേ ഉള്ളൂ റിംഗ് കൗണ്ടർ. അടുത്തത് നമ്മൾ പറയുന്നത് ജോൺസൺ കൗണ്ടർ ആണ്. സോ ജോൺസൺസ് കൗണ്ടർ എന്ന് പറയുന്ന സംഭവം റിംഗ് കൗണ്ടറിന്റെ തന്നെ വേറൊരു വേർഷൻ, പക്ഷെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഡിഫറെന്റ് ആണ്. സോ റിംഗ് കൗണ്ടറിൽ നമുക്ക് 4 സ്റ്റേറ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ജോൺസൺ കൗണ്ടറിൽ ശരിക്കും പറഞ്ഞാൽ 000 മുതൽ 111 വരെ കൗണ്ടിങ് നടക്കും. അപ്പൊ സർക്യൂട്ടിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ക്ലിയറും പ്രീസെറ്റും കൊടുത്തേക്കുന്നതിലാണ്. ആദ്യം നമ്മളിവിടെ പ്രീസെറ്റ്, ഒന്നാമത്തേൽ നമ്മൾ പ്രീസെറ്റ് ചെയ്തേക്കുമായിരുന്നു, ആദ്യത്തെ റിംഗ് കൗണ്ടറിൽ പ്രീസെറ്റ് ചെയ്തേക്കുമായിരുന്നെങ്കിൽ ഈ കേസിൽ എല്ലാം ക്ലിയറിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇനീഷ്യലി എല്ലാം 0000 എന്നായിരിക്കും. ചേഞ്ച്, സർക്യൂട്ടിലെ ചേഞ്ച് എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തെ റിംഗ് കൗണ്ടറിൽ Q3 ആയിരുന്നു നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ സർക്യൂട്ടിൽ Q3 കോംപ്ലിമെന്റ് ആണ് D0യിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ അതാണ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന 2 ചേഞ്ചസ്. നമുക്കറിയാം, ഇവിടെ നോക്കുക, ആദ്യം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരുന്നെങ്കിൽ ജോൺസൺസ് കൗണ്ടറിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഈസ് ഈക്വൽ ടു 2 into നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. സോ ഇവിടെ 4 ലാച്ചസ് ഉണ്ട്, അതുകൊണ്ട് 8 സ്റ്റേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ സർക്യൂട്ടിന്റെ വർക്കിംഗ് പറയാം. അത് നമുക്കറിയാം, ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് Q0 ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും. സോ Q3 0 ആണെങ്കിൽ ഒബ്വിയസ്ലി Q3 കോംപ്ലിമെന്റ് 1 ആവും. സോ ഈ Q3 കോംപ്ലിമെന്റ് തിരിച്ച്, സോ വാട്ട് ഹാപ്പൻസ്, അടുത്ത ക്ലോക്ക് സൈക്കിളിൽ Q3 കോംപ്ലിമെന്റ് 1 ആണെങ്കിൽ D0 1 ആയിരിക്കും. സോ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ നമുക്കറിയാം ഇത് 0, ഇതെല്ലാം 0. സോ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ എന്ത് പറ്റും, ഈ 1 ഇവിടെ വരും. സോ എല്ലാം താഴോട്ട് ഞാൻ ഇവിടെ 1 വരും, ഇവിടെ സ്റ്റിൽ 0 ആയിരിക്കും. സോ വെയിറ്റ്, ബാക്കിത്തെ എല്ലാത്തിലും 0 തന്നെ വരും. അടുത്ത ക്ലോക്ക് സൈക്കിൾ എന്ത് പറ്റും, ഇവിടെ സ്റ്റിൽ 0, ഇവിടെ നമുക്ക് നോക്കാം 0 തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ ഈ 1 തന്നെയായിരിക്കും വീണ്ടും ഇങ്ങോട്ട് വരിക. ആൻഡ് ഈ 1 ഇവിടെ എത്തിയിട്ട് അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. സോ ഇവിടെ 1 തന്നെ വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും. സോ അഗെയിൻ നമുക്ക് ഇവിടെ എന്താ 1 ആയിരിക്കും ഉണ്ടാവുക. ആ 1 വീണ്ടും ഇവിടെ വന്നു. അപ്പൊ എന്ത് പറ്റി, ഇവിടെ ഉണ്ടായിരുന്ന 1 ഇങ്ങോട്ട് വന്ന് അതിനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ നമുക്കിപ്പോ 1 കിട്ടി. ഇവിടെ ഇപ്പോഴും 0 ആണ്. ഇതടുത്ത് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും ഇവിടെ 1 തന്നെ വന്നു, ഇവിടെ 1 വരും, ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും. ആൻഡ് ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഫൈനലി 1 വരും. സോ ഇവിടെ 1 വരുമ്പോൾ അതിന്റെ കോംപ്ലിമെന്റ് ഇവിടെ 0 ആയിരിക്കും. സോ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ എന്താ പറ്റുക, ഈ 0 ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ 0 ആയിരിക്കും കിട്ടുക. സോ ഇപ്പത്തെ സ്റ്റേറ്റ് എന്താ, 0 1 1 1 എന്നാ. ഇനി ഈ 0 വീണ്ടും ഈ 0 ഇവിടെ പോന്നു, അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. 1 തന്നെയായിരിക്കും ഇവിടെ എത്തിണ്ടാവുക, 1 ആയിരിക്കും ഇവിടെ എത്തിണ്ടാവുക. സോ 0 0 1 1 വന്നു, വീണ്ടും ഈ 0 ഇവിടെ പോയി, അപ്പം ഈ 1 മാറി 0 വന്നു, ഇവിടെ ഫൈനലി 1 തന്നെയായിരിക്കും. സോ 0 0 0 1, വീണ്ടും ഈ 0 പോയി, ഇപ്പൊ 0 0 0 0 എന്ന് വരും ഇവിടെ ഔട്ട്പുട്ട്. പിന്നെ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ എല്ലാ സ്റ്റേറ്റ്സും കവർ ചെയ്യും. അതാണ് ജോൺസൺസ് കൗണ്ടറിന്റെ വർക്കിംഗ്. സ്റ്റേറ്റ് ഡയഗ്രാം നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കാം. ട്രാൻസിഷൻ ടേബിൾ ഇവിടെ നോക്കുമ്പോൾ സി ക്ലിയർ, ആദ്യം നമ്മൾ ക്ലിയർ കൊടുക്കുന്നു. സോ എല്ലാം 0 ആയി. അടുത്ത ഫസ്റ്റ് ഫോളിംഗ് എഡ്ജിൽ Q0 1 ആവുന്നു, നമ്മൾ Q3 കോംപ്ലിമെന്റ് കൊടുത്തുകൊണ്ട്. നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിൽ Q0യിലുള്ള 1 Q1 ഷിഫ്റ്റ് ആയി, ഇവിടെ അടുത്ത 1 വന്നു. അടുത്ത ഫോളിംഗ് എഡ്ജിൽ ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി, Q3 കോംപ്ലിമെന്റിലുള്ള 1 വീണ്ടും വന്നു. അടുത്ത ഫോളിംഗ് എഡ്ജിൽ ഈ 1 ഇങ്ങോട്ട് വന്നു, ഇത് ഇങ്ങോട്ട് വന്നു, ഇതിങ്ങോട്ട് വന്നു. Q3 കോംപ്ലിമെന്റ് സ്റ്റിൽ ഇവിടെ 0 തന്നെയാണല്ലോ, അപ്പം അതിന്റെ കോംപ്ലിമെന്റ് ഇവിടെ വന്നു. അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഇവിടെ 1 വന്നു,
ഇവിടെ 1 വന്നു, ഈ 1 ഇങ്ങോട്ട് വന്നു. നമുക്ക് മുന്നത്തതിൽ നോക്കി അറിയാം ഇവിടെ Q3 ഇപ്പോൾ 1 ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ കോംപ്ലിമെന്റ് 0 ആയിരിക്കും Q0യിൽ വരിക. അതിന് നമുക്ക് അറിയാം, ബാക്കിത്തെ അറിയാലോ. ഷിഫ്റ്റിംഗ് നടന്നു. ഇപ്പോഴും ഇവിടെ 1 ആണ്, അടുത്ത കോംപ്ലിമെന്റ് 0 വന്നു. അഗെയിൻ ഷിഫ്റ്റിംഗ്, ഈ 1ന്റെ കോംപ്ലിമെന്റ് 0. അഗെയിൻ ഷിഫ്റ്റിംഗ് ആൻഡ് ഈ 1ന്റെ കോംപ്ലിമെന്റ് 0 എന്ന് വന്നു. പിന്നെ അടുത്തതിൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഈ 0 ഇങ്ങോട്ട് ആൻഡ് നമുക്കറിയാം അങ്ങനെ നമുക്ക് 8 സ്റ്റേറ്റുകൾ കിട്ടും. അതായത് എല്ലാ നമ്പേഴ്സും കവർ ആയി. 0 വന്നു, പിന്നെ ഇത് 0 1 2 3 8 വരും. പിന്നെ അടുത്ത നമ്പർ ഏതാ, 9 വരും. പിന്നെ അടുത്തത് 9 അല്ല, 8 4 12 വരും. അങ്ങനെ ഓരോ ഡിഫറെന്റ് നമ്പേഴ്സ് ഇവിടെ കിട്ടും. അതായത് ടോട്ടലി നമുക്ക് ആദ്യത്തെ ഡബിൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, ഡബിൾ നമ്പേഴ്സ് കിട്ടും. സോ അതാണ് ജോൺസൺസ് കൗണ്ടർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാ ഇതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം. സോ സ്റ്റേറ്റ് ഡയഗ്രാം കുറച്ചും കൂടി എളുപ്പമാണ്. ആദ്യം ക്ലിയർ ചെയ്യുമ്പോൾ എല്ലാം 0 ആയിരിക്കും ആൻസേഴ്സ്. സോ അടുത്ത ആദ്യം പറഞ്ഞ പോലെ Q0 നമുക്ക് 1 കിട്ടി. ബാക്കിത്തെല്ലാം സ്റ്റിൽ 0 ആണ്. അടുത്ത ഇതിലെന്താ, Q0 അപ്പോഴും 1 തന്നെയായിരിക്കും. പക്ഷെ ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഫോളോയിങ് എഡ്ജിൽ ഇത് 1 ആയി. ബാക്കിത്തത് സ്റ്റിൽ 0 ആണ്. അടുത്ത ഫോളോയിങ് എഡ്ജിൽ എന്ത് പറ്റി, ഈ 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത് 1 ആയിട്ട് തന്നെ നിൽക്കാണ്. ഇതിപ്പോഴും 0 ആണ്. അടുത്ത ഫോളോയിങ് എഡ്ജിൽ എന്താ, ഈ 1നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത് 1 ആയിട്ട് തന്നെ നിൽക്കാണ്. ഇതും അങ്ങനെ. അടുത്ത ഫോളോയിങ് എഡ്ജിൽ എന്ത് പറ്റി, ഇതിവിടെ 1 ആയതുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇവിടെ 0 വരുന്നത്, ഇവിടെ 1 ആയതുകൊണ്ടാണ് ഇത് 0 ആവുന്നത്. സോ ഇത് 0 ആയി, ഇത് 1 ആയിട്ട് തന്നെ നിന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇത് 1 ആയിട്ട് നിന്നു, ഇതും 1 ആയിട്ട് നിന്നു. പിന്നെ ആ ഷിഫ്റ്റിംഗ് ആയത്തെ പോലെ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. സോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പൊക്കോളൂ. അപ്പം മനസ്സിലാക്കേണ്ടതായിട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 0 0, പിന്നെ 1 1 0 0, പിന്നെ 1 1 1 0, പിന്നെ 1 1 1 1, പിന്നെ 0 1 1 1, 0 0 1 1, 0 0 0 1, 0 0 0 0. ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് കിട്ടി. അതാണ് ജോൺസൺസ് കൗണ്ടർ. സോ അടുത്തത് മൂവിങ് ഓൺ. ഓക്കെ, സോ നമ്മൾ അടുത്ത പാർട്ടിലോട്ട് കടക്കാണ്, അതായത് റോം ആൻഡ് PLA. ആദ്യം നമുക്ക് റോം എന്താന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും മുന്നേ പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഒൺലി മെമ്മറി. പേരിൽ തന്നെ ഒബ്വിയസ് ആണ്, റീഡ് ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷേ റൈറ്റ് ചെയ്യാൻ നമുക്ക് യൂസേഴ്സിന് ഒറ്റയടിക്ക് പോയിട്ട് അങ്ങ് വെറുതെ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. നോൺ വോളറ്റൈൽ മെമ്മറി ആണ്. പവർ ഓഫ് ഒക്കെ ആയാലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. പെർമനന്റ്ലി ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ പെർമനന്റ്ലി സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ഡ്യൂറിങ് മാനുഫാക്ചർ ഇറ്റ്സെൽഫ്. ROM stores information that are required to start a computer. This operation is referred to as bootstrap. So നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് റോമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അതിനെ ലോഡ് ചെയ്യുന്നതിന് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നു. ROM chips are not only used in the computer but also in other electronic items like washing machine, microwave, oven, different usages. കമ്പ്യൂട്ടേഴ്സിൽ മാത്രമല്ല ROM ചിപ്പ് ഉണ്ടാവുക, ഡിഫറെന്റ് ഡിവൈസസിലും ഉണ്ടാവും. സോ അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോംസ് ആണ് അടുത്ത് പറയുന്നത്. സോ ദ വെരി ഫസ്റ്റ് റോം എന്ന് പറയുന്നത് മാസ്ഡ് റോം. അത് ഹാർഡ് വയർഡ് ഡിവൈസസ് ആണ്. കമ്പ്യൂട്ടറിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ ബേൺ ചെയ്തിട്ടാണ്, അതായത് പ്രോഗ്രാം ചെയ്തിട്ട് ബേൺ ചെയ്തിട്ടാണ്, കത്തിച്ച് കളയുന്നതല്ല, അതിനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ദീസ് ടൈപ്സ് ഓഫ് റോംസ് ആർ കോൾഡ് മാസ്ഡ് റോംസ്. അത് ഇൻഎക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് ഒരു രീതിയിൽ മാറ്റാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് മാസ്ഡ് റോം. അടുത്ത പ്രോഗ്രാമബിൾ റീഡ് ഓൺലി റോം. ബേണിംഗ് നടക്കുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി റോമിലാണ്. ആദ്യത്തേതിൽ നമ്മൾ ഹാർഡ് വയർഡ് ഡിവൈസസ് ആണ്, ഓൾറെഡി പ്രീ പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു, മാറ്റാൻ പറ്റില്ല, അങ്ങനത്തെ ഇൻഎക്സ്പെൻസീവ് ആണ്. ഏറ്റവും ഫസ്റ്റത്തെ റോം. സോ നെക്സ്റ്റ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി റോം എന്ന് പറയുമ്പോൾ ഇത് ഒറ്റത്തവണ യൂസറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, യൂസറിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു ബ്ലാങ്ക് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി വാങ്ങിച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് കണ്ടന്റ്സ്
എൻ്റർ ചെയ്തിട്ട് അതിന് അതിൻ്റെ അകത്തുള്ള സ്മോൾ ഫ്യൂസസിനെ വിച്ച് ആർ ബേൺഡ് ഓപ്പൺ ഡ്യൂറിങ് പ്രോഗ്രാമിംഗ്. സോ നമ്മളത് പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് സി ഇറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഇറേസബിൾ. നമുക്കതിനെ മാറ്റാൻ പറ്റില്ല, ഒറ്റ തവണയേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അടുത്തത് EEPROM, ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. സോ ഇതിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ പ്രോഗ്രാം ചെയ്താലും നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. എങ്ങനെയാ ഇറേസ് ചെയ്യാന്ന് വെച്ചാൽ അൾട്രാവയലറ്റ് ലൈറ്റിൽ എക്സ്പോസ് ചെയ്തിട്ട് അപ് ടു 40 മിനിറ്റ്സ് അതിനെ എക്സ്പോസ് ചെയ്താൽ അത് നമുക്ക് മായ്ക്കാൻ പറ്റും. യൂഷ്വലി an EEPROM eraser achieves this function. സോ എങ്ങനെയാ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കൽ ചാർജിനെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഇൻസുലേറ്റഡ് ഗേറ്റ് റീജിയനിൽ ട്രാപ്പ് ചെയ്ത് വെക്കുക ചെയ്യുക. ഈ ചാർജിനെ ഫോർ മോർ ദാൻ 10 years നമുക്ക് അതിനെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞല്ലോ അത് ഇൻസുലേറ്റഡ് ഗേറ്റ് റീജിയൻ ആണ്. സോ ഈ ചാർജിന് ലീക്ക് ചെയ്യാനോ എസ്കേപ്പ് ചെയ്യാനായിട്ട് വേറെ പാത്ത് ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ നിന്നോളും. അതിന് ഫൈനലി ഇതിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ വിൻഡോയിൽ കൂടെ അൾട്രാ UV ലൈറ്റിനെ പാസ് ചെയ്ത് അതിനെ നമ്മളൊരു 40 minutes എക്സ്പോഷർ കൊടുക്കുമ്പം ഈ ചാർജിനെ UV ലൈറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ഡ്യൂറിങ് നോർമൽ യൂസ് ദ ക്വാർട്സ് lid is sealed with a sticker. Okay. അടുത്തത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ ROM. സോ EEPROM എന്ന് പറയും. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ അത് ഇറേസബിൾ ആണ്. അത് നമ്മൾ പറഞ്ഞു അപ് ടു 40 minutes എടുക്കും ഇതിനെ ഇറേസ് ചെയ്യാൻ വേണ്ടി. സ്റ്റിൽ ഇറേസബിൾ ആണ്. സോ EEPROM എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇറേസബിൾ ആണ്, പക്ഷെ ഇലക്ട്രിക്കലി ഇറേസബിൾ. അതായത് നമുക്ക് സമയം നോക്കിയാൽ 4 to 10 milliseconds മാത്രമേ എടുക്കുള്ളൂ. ടൈം ഡിഫറൻസ് നോക്കിയാൽ മനസ്സിലാവും. 4 to 10 milliseconds ആണ് എടുക്കുള്ളൂ. അതായത് വി ക്യാൻ പ്രോഗ്രാം ആൻഡ് ഇറേസ് ദിസ് ROM വെരി ഈസിലി. about 10,000 നമ്പർ ഓഫ് ടൈംസും ഭയങ്കര കൂടുതലാണ്. about 10,000 times നമുക്ക് ഇതിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. സോ വേറൊരു അഡ്വാൻറ്റേജ് നമുക്ക് മറ്റേതിൻ്റെ അകത്ത് EEPROM പറയുകയാണെങ്കിൽ നമ്മൾ ആ ചിപ്പിനെ മൊത്തത്തിൽ എക്സ്പോഷർ UV എക്സ്പോഷർ കൊടുത്തിട്ട് സാധനങ്ങൾ കളയുന്ന ഇറേസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എനി ലൊക്കേഷൻ ക്യാൻ ബി സെലക്റ്റീവ്ലി ഇറേസ്ഡ് ആൻഡ് പ്രോഗ്രാംഡ്. EEPROMs can be erased one byte at a time rather than erasing the entire chip. Hence, the process of reprogramming is flexible but slow. So erase ചെയ്യാൻ നമുക്ക് 4 to 10 milliseconds എടുക്കുള്ളൂ എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് സെലക്റ്റീവ്ലി ഇറേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ROMs. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PLA. സോ ROM കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. PLA മേ ബി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. സോ PLA, okay, before that we have to tell the advantages of ROM. Okay, so advantages of ROM എന്ന് പറയുമ്പോൾ as we told non volatile ആണ്. അതായത് എന്താ ഇപ്പൊ പവർ നമ്മളിപ്പം സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്താലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. cannot be accidentally changed. സോ നമ്മൾ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിച്ചു. സോ പെട്ടെന്ന് അങ്ങ് പോയിട്ട് ആക്സിഡന്റലി അത് ചേഞ്ച് ആവില്ല. അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ cheaper than RAMs. അത് റാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറുന്ന സംഭവമായത് ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതുകൊണ്ട് ചീപ്പർ ആയിരിക്കും. ഈസി ടു ടെസ്റ്റ് ആൻഡ് മോർ റിലയബിൾ ദാൻ RAMs. സ്റ്റാറ്റിക് ഡു നോട്ട് റിക്വയർ റിഫ്രഷിങ്. അത് നമുക്കറിയാം, റിഫ്രഷിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, അത് സ്റ്റാറ്റിക് ആണ്, അങ്ങനെ തന്നെ നിൽക്കും. അപ്പം അങ്ങനെ കണ്ടന്റ്സ് ആർ ഓൾവേസ് നോൺ ആൻഡ് ക്യാൻ ബി വെരിഫൈഡ്. നമുക്കറിയാലോ റോമിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യാനും ഓൾറെഡി അറിയുന്നുണ്ടാവും. അതുകൊണ്ട് അത് വെരിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും, റാൻഡംലി അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. സോ ദാറ്റ്സ് all about ROM. ദിസ് ഇസ് അടുത്ത ടോപ്പിക്, പ്രോഗ്രാമബിൾ ലോജിക് അറേ ഓർ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്. ഇതൊരു ന്യൂ ടോപ്പിക് ആയിരിക്കും, നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ programmable logic array is a type of fixed architecture logic device with programmable AND gates followed by programmable OR gates. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ആർക്കിടെക്ചർ ലോജിക് ഡിവൈസ്, അതായത് ഇതിൽ ആർക്കിടെക്ചർ ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ആൻഡ് ഗേറ്റ്സും ഓർ ഗേറ്റ്സും ഒക്കെ ഇതിൽ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും വെക്കുക. ആൻഡ് ഇതിന്റെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് ഫോളോഡ് ബൈ പ്രോഗ്രാമബിൾ ഓർ ഗേറ്റ്സ്. സോ കുറച്ച് ആൻഡ് ഗേറ്റ്സ് അതിനെ കണക്ട് ചെയ്തിട്ട് കുറച്ച് ഓർ ഗേറ്റ്സ്. അതെന്താന്ന് നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പം ക്ലിയർ ആവുന്നതായിരിക്കും. സോ അത് പ്രോഗ്രാമബിൾ ആണ്, അതും എന്താന്ന് നമുക്ക് പറയാം. So number of AND gates in programmable AND array are usually much less.
മൾട്ടിപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മളിപ്പം മുന്നത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചു എങ്ങനെയാണ് ആൻഡ് ഗേറ്റ്സ് പ്രോഗ്രാം ചെയ്യാന്നൊക്കെ. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇവിടെ ആൻഡ് ഗേറ്റ്സ് കുറവായിരിക്കും. ആൻഡ് നമ്പർ ഓഫ് ഇൻപുട്സ് ഓഫ് ഈച്ച് ഓർ ഗേറ്റ്സ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ്. എത്ര ഓരോ ഓർ ഗേറ്റിലുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ്സിന്റെ നമ്പറിന് ഈക്വൽ ആണ്. ആൻഡ് ജനറേറ്റ്സ് ആൻ ആർബിട്രറി ബൂലിയൻ ഫംഗ്ഷൻ ഓഫ് മിൻ ടേംസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ്. അപ്പം നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ വരുന്ന നമ്പർ ഓഫ് മിൻ ടേംസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ്. അതെനിക്ക് തോന്നുന്നു നമുക്കറിയാം മിൻ ടേംസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഇപ്പോൾ ABC എന്നുള്ളൊരു മിൻ ടേം ആണെങ്കിൽ അത് മൊത്തം കണക്ട് ചെയ്യുന്ന ഒരു ആൻഡ് ഗേറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് മിൻ ടേംസ്. അതിന്റെ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും ഒന്ന് കവർ ചെയ്യാം. സോ PLA ആർക്കിടെക്ചർ ഇസ് മോർ എഫിഷ്യന്റ് ദാൻ എ പ്രോം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, അതിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യന്റ് ആണ്. ഇവിടെ നമ്മൾ 2 sets ഓഫ് പ്രോഗ്രാമബിൾ ഫ്യൂസസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മാനുഫാക്ചർ ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും അതിനെ ടെസ്റ്റ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. എടുത്ത് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ട്രൂത്ത് ടേബിളിനെ നമ്മൾ PLA വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നോക്കുന്നത്. സോ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ഫംഗ്ഷൻ ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 1. സോ ഇവിടെ ഡയറക്ട്ലി അവർ എഴുതിയേക്കാണ് y1 ഈക്വൽ ടു AB കോംപ്ലിമെന്റ് C കോംപ്ലിമെന്റ് അങ്ങനെ എഴുതിയേക്കാണ്. അത് എങ്ങനെ അവർ കണ്ടുപിടിച്ചെന്ന് ഞാൻ പറയാം. y1 എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നാമത്തത് എവിടേക്കാണ് y1 ആവുന്നതെന്ന് നോക്കുക. ഇവിടെ y1 വണ്ണോ ഇവിടെ. സോ ഇതില് AB കോംപ്ലിമെന്റ് C കോംപ്ലിമെന്റ്, ഇത് AB കോംപ്ലിമെന്റ് C, ഇത് ABC. സോ അതാണ് ഈ സംഭവം. എന്നിട്ട് അതിനെ നമ്മൾ K മാപ്പ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ K മാപ്പ് വെച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ഇതായിരിക്കും, AB കോംപ്ലിമെന്റ് പ്ലസ് AC. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ y2 അത് ഇതുപോലെ AB കോംപ്ലിമെന്റ് C കോംപ്ലിമെന്റ്, ഇത് മൂന്നായിരിക്കും വരിക. ഇത് മൂന്ന് AB കോംപ്ലിമെന്റ് C കോംപ്ലിമെന്റ് A കോംപ്ലിമെന്റ് BC, B കോംപ്ലിമെന്റ് C ആൻഡ് ABC. സോ അതും നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ ഇതാണ് നമ്മുടെ 2 ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. സ്റ്റെപ്പ് 2. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു സ്റ്റെപ്പ് 3. So see, this is step 3. So step 3 നമ്മൾ ആദ്യം number of input buffers കണ്ടുപിടിക്കണം. So number of input buffers എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ABC എന്ന് പറയുമ്പോൾ. സോ അതായിരിക്കും നമ്പർ ഓഫ് ഇൻപുട്ട് ബഫർ. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ബഫർ. സോ ഒരു ഇൻപുട്ട് ബഫർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എയും എടുക്കും, ഒരു നോട്ട് വെച്ചിട്ട് A കോംപ്ലിമെന്റ് എടുക്കും. സോ ഈ സർക്യൂട്ടാണ് ഇവിടെ ഈ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇൻപുട്ട് ഇങ്ങോട്ട് പോകുന്നു, അതിന് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുന്നു, നോട്ട് ഗേറ്റ് വെച്ച് നോട്ട് ചെയ്ത് X കോംപ്ലിമെന്റ് ഇങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് X കിട്ടാൻ എന്ത് ചെയ്യും, വീണ്ടും അതിനെ നോട്ട് ചെയ്ത് വീണ്ടും ഡബിൾ കോംപ്ലിമെന്റിങ് നടത്തി നമുക്ക് X കിട്ടും. ഈ കോംപ്ലിമെന്റ് ചെയ്ത സാധനം എടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും, X കോംപ്ലിമെന്റ് കിട്ടും. സോ ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഇവിടെ നമ്മൾക്ക് കിട്ടി നമ്പർ ഓഫ് ഇൻപുട്ട് ബഫേഴ്സ് ഈക്വൽ ടു 3. സോ സ്റ്റെപ്പ് 3 is finding out how many input buffers are required. So next നമ്മൾ moving on to designing a PLA. സോ നമ്മളിവിടെ 3 ഇൻപുട്ട് ബഫേഴ്സ് വരച്ചു, A, B, C ചെയ്തിട്ടുണ്ട്. അതിന്റെ 3ന്റെ ഓരോ ബഫേഴ്സ് വരച്ചു. സോ ഇവിടെ നമുക്ക് ഓക്കെ. സോ ഇവിടെ നമ്പർ ഓഫ് പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മിൻ ടേംസ്. റിപ്പിറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. സോ അത് എന്താന്ന് പറയാം, ഒരു മിനിറ്റ്. അത് പറയാനായിട്ട് ഓക്കെ, നമ്മളിവിടെ ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഏതൊക്കെയാ, AB കോംപ്ലിമെന്റ് പ്ലസ് AC, BC പ്ലസ് AC. സോ ഇവിടെ AC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ഒരു വട്ടം കൗണ്ട് ചെയ്താൽ മതി. പിന്നെ നമുക്കൊരു AB കോംപ്ലിമെന്റ് ഉണ്ട്, പിന്നെ ഒരു BC ഉണ്ട്. സോ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതായത് എനെയും B കോംപ്ലിമെന്റിനെയും ആൻഡ് ചെയ്യാൻ പറയണം, പിന്നെ BCനെ ആൻഡ് ചെയ്യാൻ പറയണം, പിന്നെ AC. സോ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതാണ് ഇവരിവിടെ പറയുന്നത്. നമ്പർ ഓഫ് പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മിൻ ടേംസ് വിത്തൗട്ട് റിപ്പിറ്റേഷൻ.
സോ അങ്ങനെ നമ്മളിവിടെ 3 ആൻഡ് ഗേറ്റ്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ആൻഡ് ഗേറ്റ് വരയ്ക്കുക. 3 ആൻഡ് ഗേറ്റ് വരച്ചു. സോ ഒന്നാമത്തെ ആൻഡ് ഗേറ്റിൽ നമുക്ക് എന്ത് വേണം? എ ബി കോംപ്ലിമെന്റ് വേണം. സോ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇതിനെ ജോയിൻ ചെയ്തു, എ കിട്ടി. ബി കോംപ്ലിമെന്റിന് ഇവിടെ ഇതിനെ ജോയിൻ ചെയ്തു. സോ ദിസ് വുഡ് ഗിവ് us എ ബി കോംപ്ലിമെന്റ്. അടുത്ത് നമുക്ക് എ സി വേണം. സോ ഇവിടെ ഈ എ സിനെ നമ്മൾ വരച്ചു, എനെ വരച്ചു, പിന്നെ സിനെ ജോയിൻ ചെയ്തു. സോ ദിസ് ആൻഡ് ഗേറ്റ് വുഡ് ഗിവ് us എ സി. അടുത്ത ബി സിക്ക് ബിയിലും സിയിലും. സോ ദിസ് ആൻഡ് ഗേറ്റ് വുഡ് ഗിവ് us ബി സി. സോ നെക്സ്റ്റ് നമ്മളിപ്പം 3 മിൻ ടേംസിനെ ഫോം ചെയ്തു. അടുത്ത് നമ്മൾക്ക് y1 y2 ഡിഫറെന്റ് 2 ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യണം. സോ y1 എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? എ ബി കോംപ്ലിമെന്റ് പ്ലസ് എ സി ആയിരുന്നു. സോ ഈ ഇവിടെ നിന്നാണ് നമുക്ക് എ ബി കോംപ്ലിമെന്റ് കിട്ടുക. നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്നു, ഇത് ജോയിൻ ചെയ്യുന്നു. സോ നമുക്ക് y1 is equal to എ ബി കോംപ്ലിമെന്റ് പ്ലസ് എ സി എന്ന് കിട്ടി. നെക്സ്റ്റ് y2ക്ക് വേണ്ടത് എ സി പ്ലസ് ബി സി ആണ്. സോ ഇവിടെ ഈ എ സിനെ നമ്മൾ ഇവിടെയും ജോയിൻ ചെയ്യുന്നു, ഈ ബി സിനെ ഇവിടെയും ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? എ സി പ്ലസ് ബി സി കിട്ടി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞു നമ്പർ ഓഫ് പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മിൻ ടേംസ് ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോഗ്രാമബിൾ ഓർ ഗേറ്റ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ആയിരിക്കും. സോ ഇവിടെ 2 ഫംഗ്ഷൻസ് y1 y2 എന്ന് 2 ഫംഗ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് 2 ഓർ ഗേറ്റ് വേണം. സോ ഇങ്ങനെയാണ് നമ്മൾ PLAയിൽ സർക്യൂട്ട്സിനെ ഡിസൈൻ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ, ഒരു ട്രൂത്ത് ടേബിൾ കിട്ടിയില്ല, നമുക്ക് 2 ഫംഗ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതിനെ മിനിമൈസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇൻപുട്ട് ബഫർ കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് പ്രോഗ്രാമബിൾ ആൻഡ് ഗേറ്റ്സ്, പ്രോഗ്രാമബിൾ ഓർ ഗേറ്റ്സ് കണ്ടുപിടിച്ച് എല്ലാം ജോയിൻ ചെയ്തെടുക്കുക. സിമ്പിൾ ആണ്. സോ ഇങ്ങനെയാണ് ഒരു PLA നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, അതായത് അരിത്തമെറ്റിക് അൽഗോരിതംസ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അൽഗോരിതം ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സ്. സോ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, we have been dealing with positive and negative numbers since childhood. അതിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ, സോ 8 കേസസ് ഉണ്ടാവും. നമുക്ക് അറിയുന്ന തന്നെയാണ്, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. സോ ഒന്നാമത്തെ കേസ് 2 നമ്പേഴ്സ്, നമ്മൾ ആദ്യം അഡീഷന്റെ 4 കേസസും സബ്ട്രാക്ഷന്റെ 4 കേസസും ആണ് പറയുന്നത്. അഡീഷന്റെ എ പ്ലസ് ബി, സോ രണ്ടിന്റെയും സൈൻ സെയിം ആണെങ്കിൽ നമുക്കറിയാലോ, 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ആഡ് ചെയ്യുന്നു, സൈൻ പോസിറ്റീവ് തന്നെയായിരിക്കും. അതുപോലെ നെഗറ്റീവും കൂടെ പറഞ്ഞേക്കാം. 2 സൈനും രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ രണ്ടിനെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. സോ അത് രണ്ടും വന്നു. നെക്സ്റ്റ് ഒരു പോസിറ്റീവ് നമ്പർ, ഫസ്റ്റ് നമ്പർ പോസിറ്റീവ്, സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? 3 നമ്മൾ കേസസ് കൺസിഡർ ചെയ്യണമല്ലോ. സോ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്ത് പറ്റും? ഇതിന്റെ ഡിഫറൻസ് എടുക്കുക, അതിന് എന്റെ സൈൻ ഇട്ട് കൊടുക്കുക. എ ലെസ് ദാൻ ബി ആണെങ്കിലോ ഗ്രേറ്റർ, ഡിഫറൻസ് എടുക്കുക. സോ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ എടുക്കുന്നത്, ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. സോ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, സോ ഡിഫറൻസ് എടുക്കുമ്പോൾ ബി മൈനസ് എ, ആ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് ബിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. എ ഈക്വൽ ടു ബി ആണെങ്കിൽ, അതിപ്പോ 2 കേസസിലും ഓക്കെ, എ ഈക്വൽ ടു ബി ആണെങ്കിൽ രണ്ടും സെയിം ആണല്ലോ. സോ ഇട്ട് കൊടുക്കുക. 0 ആയിരിക്കും ആൻസർ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീറോയ്ക്ക് പോസിറ്റീവ് സൈൻ വരാൻ നോക്കണം. അത് നമ്മൾ താഴേക്ക് ഇതിന്റെ ഫ്ലോ ചാർട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും പറയുന്നതായിരിക്കും. 0ക്ക് പോസിറ്റീവ് സൈൻ വരാനായിട്ട് നോക്കണം. അടുത്തത് ഡിഫറൻസ് സൈനിൽ എക്ക് നെഗറ്റീവും ബിക്ക് പോസിറ്റീവും ആണെങ്കിൽ സെയിം ആസ് ബിഫോർ, ഏതാ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക, എന്റെ സൈൻ ഇടുക, എ ആണല്ലോ ഗ്രേറ്റർ. അടുത്തത് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക, ബിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ഡിഫറെന്റ് കേസസ് ആയിട്ട് പറയുന്നത്, ആദ്യത്തേല് എക്കാണ് നെഗറ്റീവ് സൈൻ എങ്കിൽ രണ്ടാമത്തേല് ആദ്യത്തേല് ബിക്കാണ് നെഗറ്റീവ് സൈൻ എങ്കിൽ രണ്ടാമത്തെ എക്കാണ് നെഗറ്റീവ് സൈൻ. സോ നമ്മൾ വലിയതിന്റെ സൈൻ എന്നല്ല പറയാ, എന്റെ സൈൻ ബിന്റെ സൈൻ എന്നാണ് പറയാ. ആൻഡ് ഫൈനലി ഡിഫറൻസ് എടുത്തിട്ട് പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. സോ അതാണ് അഡീഷനിൽ സംഭവിക്കുക. നെക്സ്റ്റ് സബ്ട്രാക്ഷനിൽ നോക്കുമ്പോൾ, സബ്ട്രാക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് വെയിറ്റ് ആണല്ല, രണ്ടിനും ഒരേ സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടിനെയും ആഡ് ചെയ്തിട്ട്, രണ്ടിനും ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കണം. സോ അഡീഷനിൽ സെയിം സൈൻ ആവുമ്പോഴും സബ്ട്രാക്ഷനിൽ ഡിഫറെന്റ് സൈൻ ആവുമ്പോഴും നടക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്. അഡീഷനിൽ സെയിം സൈൻ ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ സൈൻ, അതിന്റെ സൈൻ ഇട്ട് കൊടുക്കും. സബ്ട്രാക്ഷനിൽ ഇവിടെ ഡിഫറെന്റ് സൈൻസ് വരുമ്പം നമ്മൾ നേരെ അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ആഡ് ചെയ്യുന്നു, സൈൻ ഇട്ട് കൊടുക്കുന്നു. സോ ഇവിടെ സൈൻ ഇട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പം
എന്റെ സൈൻ ആയിരിക്കും ഇട്ട് കൊടുക്കുക. സോ എ മൈനസ് ബി ആണല്ലോ ചെയ്യുക. അപ്പൊ രണ്ടിന്റെയും ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ ഈ മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. സോ എന്റെ സൈൻ ആയിരിക്കും രണ്ട് കേസിലും വരിക. ഇവിടെ ഡിഫറെന്റ് സൈൻസ് ആണ്. സെക്കൻഡ് വണ്ണിന് പോസിറ്റീവ് സൈൻ ആണെങ്കിൽ രണ്ടിനും ആഡ് ചെയ്യുക, മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. സോ അടുത്തത് സെയിം സൈൻ ഉള്ളത് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡിഫറൻസ് എടുക്കുന്നു, ഗ്രേറ്റർ വണ്ണിന്റെ സൈൻ ഇട്ട് കൊടുക്കുന്നു. സോ ഇവിടെ എ ആണ് ഗ്രേറ്റർ എങ്കിൽ ഇവിടെ എന്റെ സൈൻ വരും. ബി ആണ് ഗ്രേറ്റർ എങ്കിൽ ഇവിടെ ബിന്റെ സൈൻ വരും. പിന്നെ ഈ ഈക്വൽ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു 0 വരുമ്പം അതിന് രണ്ടിനും ഇവിടെ പോസിറ്റീവ് വരാൻ ശ്രദ്ധിക്കണം. സോ നെക്സ്റ്റ് എ മൈനസ് സെയിം, രണ്ടിനും വീണ്ടും സെയിം സൈൻ, അതായത് രണ്ടിനും നെഗറ്റീവ് സൈനാ വരുന്നെങ്കിൽ ഡിഫറൻസ് എടുക്കുന്നു, എന്റെ സൈൻ ഇട്ട് കൊടുക്കുന്നു, ഡിഫറൻസ് എടുക്കുന്നു, എന്റെ കോംപ്ലിമെന്റ് ഇട്ട് കൊടുക്കുന്നു, എന്റെ സൈനിന്റെ കോംപ്ലിമെന്റ് ഇട്ട് കൊടുക്കുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എ ഗ്രേറ്റർ ദാൻ ബിക്ക് എന്റെ സൈൻ തന്നെ വരും, എ ലെസ് ദാൻ ബിക്ക് എന്റെ സൈനിന്റെ കോംപ്ലിമെന്റ് വരും. സോ അങ്ങനെ എടുത്തു പറയുന്നതിന്റെ കാര്യം നമുക്ക് അതിന്റെ ഫ്ലോ ചാർട്ട് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ഫ്ലോ ചാർട്ട്. സോ ഇത് നോക്കി അറിയാം, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത് പ്രോസസ്സസ്. സോ മൈന്യൂണ്ട് ഇൻ എ, സബ്ട്രാഹൻഡ് ഇൻ ബി, അതായത് എ മൈനസ് ബി, ഓഗൻഡ് ഇൻ എ, ആഡൻഡ് ഇൻ ബി, എ പ്ലസ് ബി. ആദ്യം ചെക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ചെക്കിംഗ് ദി സൈൻസ്. സോ ഇവിടെ എക്സോർ ഗേറ്റ് വെച്ചിട്ടാ സൈൻ ചെക്ക് ചെയ്യുക. എക്സോർ ഗേറ്റിൽ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടിനും സെയിം സൈൻ ആണെന്ന്, 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടിന്റെയും സൈൻ ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞു അഡീഷനിൽ രണ്ടിന്റെയും സൈൻ സെയിം ആണ്, എന്റെയും ബിന്റെയും സൈൻ സെയിം ആണെങ്കിൽ എന്താ സംഭവിക്കുക, അതിന് നേരെ നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് സൈൻ സെയിം സൈൻ ആയിരിക്കും, പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇ എയിലോട്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നു. എ വി എന്ന് പറയുന്ന എന്തെങ്കിലും ഓവർഫ്ലോ ബിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാൻ. അപ്പൊ നമ്മൾ ബൈനറി അഡീഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അഡീഷനിൽ പലപ്പോഴും ഓവർഫ്ലോ ബിറ്റ് ഉണ്ടാവാം. സോ അങ്ങനെ വരുന്ന ഓവർഫ്ലോ ബിറ്റിനെയാണ് നമ്മൾ എ വി എഫിലോട്ട് സ്റ്റോർ ചെയ്യുക. സോ അങ്ങനെ ഇയിലാണ് ഓവർഫ്ലോ ബിറ്റ് വരിക, ഇയിൽ ഓവർഫ്ലോ ബിറ്റ് വന്നാൽ അതിനെ നമ്മൾ എ വി എഫിലോട്ട് സ്റ്റോർ ചെയ്യും. സോ ഇനി അതേപോലെ സബ്ട്രാക്ഷനിൽ നമ്മൾ സൈൻ ചെക്ക് ചെയ്യും. സബ്ട്രാക്ഷനിൽ സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നു. സൈൻ എന്ന് പറയുന്നത് സൈൻ ആയിട്ട് വരിക അതിന്റെ എന്റെ സൈൻ ആയിരിക്കുമല്ലോ, എന്റെ സൈൻ ആയിരിക്കും രണ്ട് കേസിലും അവിടെ സൈൻ ആയിട്ട് വരിക. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ സബ്ട്രാക്ഷനിൽ രണ്ടും ഡിഫറെന്റ് സൈൻസ് ഉള്ള കേസസ് ഇത് രണ്ടുമാണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്തിട്ട് എന്റെ സൈൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. സോ നമ്മൾ അവിടെ ഓൾറെഡി എന്റെ സൈൻ ആയിരിക്കും ഇ എയിൽ സ്റ്റോർ ആവുക. സോ രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, എന്റെ സൈൻ ഇട്ട് കൊടുക്കുന്നു ഇ എയിലോട്ട്. ഇ എ എന്ന് പറഞ്ഞാൽ ഇനെയും എനെയും ആ രണ്ട് രജിസ്റ്റേഴ്സിനെയും ജോയിൻ ചെയ്തിട്ടാണ് ഇ എന്ന് പറയുന്നത്. സോ സൈൻ അത് കറക്റ്റ് ആയിട്ട് എന്റെ സൈൻ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. അടുത്ത് നമ്മൾ പറയുന്നത് രണ്ടും സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ, സോ എക്സോർ വെച്ച് ആൻസർ 1 വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു സൈൻ ഡിഫറെന്റ് ആണ്. സോ അഡീഷനിൽ സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ സബ്ട്രാക്ഷനിൽ സൈൻ സെയിം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഡിഫറൻസ് എടുക്കണം. സോ 2 കോംപ്ലിമെന്റ് വെച്ചിട്ടാണ് ഇവിടെ ഡിഫറൻസ് എടുക്കുന്നത്. 2 കോംപ്ലിമെന്റ് പറയുമ്പോൾ ബിന്റെ 2 കോംപ്ലിമെന്റ് എടുക്കും. സോ 1's കോംപ്ലിമെന്റ് എടുത്ത് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2's കോംപ്ലിമെന്റ് കിട്ടും. സോ ഇവിടെ ഇതിന്റെ ഡിഫറൻസ് കിട്ടി. പിന്നെ നമുക്കറിയാം രണ്ട് നമ്പേഴ്സിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർഫ്ലോ ബിറ്റ് വരില്ല. അതുകൊണ്ട് നമ്മൾ എ വി എഫിനെ 0 ആക്കുന്നു. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ഏതാണ് ഗ്രേറ്റർ ഏതാണ് ലെസ് എന്ന് നോക്കണമല്ലോ, സൈനിനെ നമ്മൾ മാറ്റണം. സോ അതിനുവേണ്ടി നമ്മൾ ഈ ബിറ്റ് യൂസ് ചെയ്യും. ഈ ബിറ്റ് യൂസ് ചെയ്തിട്ട് ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് അർത്ഥം. സോ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ സൈനിന് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തേണ്ട കാര്യമില്ല, എന്താ സെയിം സൈൻ തന്നെ ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്താ പറയുക, എ മൈനസ് ബി ചെയ്യുമ്പോൾ എ ഗ്രേറ്റർ ആണെങ്കിൽ എന്റെ സൈൻ എന്താണോ അത് തന്നെ ആയിരിക്കും അവിടെ ആൻസറിന്റെ സൈൻ ആയിട്ട് വരിക. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫൈനൽ ആൻസർ 0 ആണോ എന്നാണ്. 0 ആണെങ്കിൽ ചിലപ്പോൾ 0ക്ക് നെഗറ്റീവ് സൈൻ വരാൻ സാധ്യതയുണ്ട്. അതിനെ കളയാൻ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ സൈനിനെ ഇവിടെ 0 തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്റെ സൈനിന് 0 തന്നെ ഇട്ട് കൊടുക്കുന്നു. സോ
അതാണ് ഈ കേസ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ സൈനിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നോട്ട് ഈക്വൽ ആൻസർ 0 അല്ല എന്നാണെങ്കിൽ ചേഞ്ച് ഒന്നുമില്ല, നേരെ ഇവിടെ കൊണ്ടുപോയിടുക, എന്റെ സൈനും കിട്ടും, ആൻസറും കറക്റ്റ് ആയിരിക്കും. ആൻസർ 0 ആണെങ്കിൽ നമ്മൾ ആ സൈനിനെ ഒന്ന് നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എ ഇസ് ഈക്വൽ ടു 0 എന്ന് വീണ്ടും ഒന്നും കൂടെ എടുത്ത് എഴുതുകയാണ്. എസ് എന്ന് പറഞ്ഞ സൈനിനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്റെ സൈൻ. ഓക്കെ, സോ അടുത്ത കേസ് ഈ ബിറ്റ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എ ലെസ് ദാൻ ബി എന്നാണ്. സോ എ ലെസ് ദാൻ ബി ആണെങ്കിൽ വേണമെങ്കിൽ ഈ ടേബിൾ ഒന്ന് നോക്കാം. ഇവിടെ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എന്റെ സൈൻ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് നമ്മൾ ആൻസറിന് വരിക. ഇപ്പൊ ഇവിടെ എക്ക് പോസിറ്റീവ് ആയിരുന്നു, അപ്പം ബി ടോട്ടൽ ആൻസർ നെഗറ്റീവ് വന്നു. ഇവിടെ എ നെഗറ്റീവ് ആണെങ്കിൽ ടോട്ടൽ ആൻസർ പോസിറ്റീവ് വന്നു. സോ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ആൻസറിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ കിട്ടും. സോ നമ്മൾ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ കോംപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ എന്താ ക്യാരി ബിറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ സൈൻ, ഓക്കെ, നമ്മളിവിടെ എനെ കോംപ്ലിമെന്റ് എടുത്തു, അതായത് ഒരു ബൈനറി അഡീഷനിൽ നമ്മൾ പറയുന്നുണ്ട് ഫൈനൽ ആൻസർ നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് വരാം. അപ്പം പിന്നെ വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ എന്റെ സൈനിനെ കോംപ്ലിമെന്റ് ചെയ്ത് ഓപ്പോസിറ്റ് സൈൻ എടുത്തു. ഓക്കെ, അപ്പം ഇവിടെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്പർ കൺസിഡർ ചെയ്യുക, എ ലെസ് ദാൻ ബി. ഇപ്പം 4ഉം 5ഉം ആണെന്ന് വെച്ചോ. നമ്മളിവിടെ 4 എ, അതായത് 4നോട് 5 കോംപ്ലിമെന്റ് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ 4ന് നമ്മൾ 5നെ സബ്ട്രാക്ട് ചെയ്യാം. നമുക്കിവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നു. 2 കോംപ്ലിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുന്നു. 2's കോംപ്ലിമെന്റ് എടുക്കുന്നതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ സൈനിനെയും, അത് നമ്മൾ ആ ടേബിളിൽ പറഞ്ഞ പോലെ സൈനിനെയും ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ ഫുൾ ഫൈനലി നമുക്ക് ആൻസർ നമുക്ക് എയിലും അതിന്റെ സൈൻ എസിലും ആയിരിക്കും സ്റ്റോർ ആയിട്ടുണ്ടാവുക. സോ ഇങ്ങനെയാണ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിനെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന്റെ അഡീഷൻ സബ്ട്രാക്ഷനിലേക്ക് മൂവ് ചെയ്യാം. സോ ഇവിടെ ഇതാണ് ഡിഫറെന്റ് സ്റ്റെപ്സ്. ആദ്യം നമ്മൾ ചെക്ക് ഫോർ സീറോസ്. സോ സീറോസ് ഉണ്ടെങ്കിൽ പിന്നെയും നമ്മളത് ഓപ്പറേഷൻ പ്രൊസീഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, കാരണം ഫൈനലി ആൻസർ ഒക്കെ 0 ആയി പോകാൻ സാധ്യതയുണ്ട്. സോ ആദ്യം നമ്മൾ സീറോസിന് വേണ്ടി ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അലൈൻ ദ മാൻറ്റിസസ്, അതായത് ഇപ്പം 2.45 പിന്നെ 2.3 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ പോയിന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാതെ അഡീഷൻ നടത്തി കഴിഞ്ഞാൽ ആ പ്ലേസസ് ഡിഫറെന്റ്, അതായത് ഉത്തരങ്ങൾ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് മാൻറ്റിസസിനെ അലൈൻ ചെയ്യണം. അതായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുക. അതായത് പവേഴ്സ് സെയിം ആണോ എന്ന് നോക്കണം. ഇപ്പൊ 5 × 10⁴ഉം 5 × 10⁵ഉം നമ്മൾ 5 ആഡ് ചെയ്ത് വെച്ചാൽ ഉത്തരം തെറ്റായിരിക്കും. അപ്പൊ ആ പവേഴ്സ് സെയിം ആണോ എന്ന് നോക്കണം. അടുത്തത് ആഡ് ഓർ. മാൻറ്റിസസിനെ വൺസ് നമ്മൾ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്യുക, ഫൈനലി റിസൾട്ടിനെ നോർമലൈസ് ചെയ്യുക. സോ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. മൂവിങ് ഓൺ. സോ ഇതാണ് അൽഗോരിതം. ഇവിടെ ആദ്യം പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് വിത്ത് 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ BR AC എന്ന് പറയുമ്പം എയിലായിരിക്കും ഫൈനൽ ആൻസർ വരിക. ഇവിടെ BR 0 ആണെങ്കിൽ നേരെ എൻഡിലെത്തും, പിന്നെ കൂടുതൽ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. BR 0 ആണെങ്കിൽ നമ്മൾ നേരെ എൻഡിലെത്തും. BR 0 അല്ലെങ്കിൽ നമ്മൾ അടുത്ത AC 0 ആണെന്ന് നോക്കും. AC 0 ആണെങ്കിൽ എന്താ BRലുള്ള ആൻസറിനെ നമ്മൾ AC-ലോട്ട് ഇടും. എയിലായിരിക്കുമല്ലോ ഫൈനൽ ആൻസർ വരിക. അപ്പൊ BRലുള്ള ആൻസറിനെ നമ്മൾ AC-ലോട്ട് ഇടും. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പറേഷൻ ചെക്ക് ചെയ്യും. അഡീഷൻ ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ സൈനിനൊന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ നേരെ ആൻസറിൽ ഇട്ട് കൊടുക്കും. അത് AC മൈനസ്, ഇപ്പൊ AC ആണ്, അത് AC മൈനസ് പ്ലസ് BR വരിക. അപ്പൊ അഡീഷൻ ആണെങ്കിൽ AC പ്ലസ് BR, സൈൻ ഡിഫറൻസ് ഒന്നും ഇല്ല, നേരെ ആൻസറിലോട്ട് ഇട്ട് കൊടുക്കും. അല്ല സബ്ട്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഇട്ട് കൊടുത്ത അതിനെ ഒന്ന് സൈൻ ഒന്ന് റിവേഴ്സ് ചെയ്തെടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ASന് AS കോംപ്ലിമെന്റ് എടുത്ത് കൊടുക്കുന്നു. അത്രയാണ് സീറോസ്. ഇത്രയും നമ്മൾ സീറോസ് ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് മാൻറ്റിസസിനെ അലൈൻ ചെയ്യുന്നതാണ്. സോ മാൻറ്റിസസ് അലൈൻ ചെയ്യുക A and B വെച്ചിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യുക. A ഈക്വൽ ടു B ആണ്. രണ്ടിനെ മാൻറ്റിസസ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നേരെ പ്രൊസീഡ് ചെയ്യും. അല്ല A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ Bനെ നമ്മൾ
ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ബി കുറവാണെങ്കിൽ, എ കുറവാണെങ്കിൽ നമ്മൾ എനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും until they are equal. സോ അതാണ് ഇവിടെ അലൈൻ ദ മാൻറ്റിസസ്. മാൻറ്റിസസ് വൺസ് അലൈൻ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓപ്പറേഷനിലോട്ട് കടക്കാണ്. ഓപ്പറേഷൻ ഈ പറഞ്ഞ പോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ തുടക്ക ഭാഗം ഓൾമോസ്റ്റ് സെയിം ആണ്, നമ്മൾ ആദ്യം ചെയ്ത് തന്നെയാണ്. അതായത് എക്സോർ വെച്ച് സൈൻ നോക്കും. സൈൻ അഡീഷനിൽ സെയിം ആണെങ്കിൽ നമ്മൾ നേരെ ആഡ് ചെയ്യണു, സബ്ട്രാക്ഷനിൽ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ നേരെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് അതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. അത് ബാക്കിയത്തെ പറയാം. അടുത്ത ഇവിടെ അഡീഷനിൽ സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ കോംപ്ലിമെന്റ് എടുക്കണം, സബ്ട്രാക്ഷനിൽ സൈൻ സെയിം ആണെങ്കിൽ നമ്മൾ കോംപ്ലിമെന്റ് എടുക്കണം. സോ ഒറ്റ സെയിം, അതായത് ഈ സ്റ്റെപ്പ് ഇതിന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത് നമ്മൾ ഇ നോക്കും. ഇ നോക്കുമ്പോൾ ഇ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ ഓവർഫ്ലോ കിട്ടുന്നില്ല, നമ്മൾ നേരെ എൻഡ് ചെയ്യും. ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ ഒരു ഓവർഫ്ലോ സംഭവിച്ചിരിക്കാൻ, അതായത് ഒരു എക്സ്ട്രാ ബിറ്റ് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആൻസറിനെ നേരെ എയിലോട്ട് ഇടും. എന്നിട്ട് എല്ലാത്തിനും ഒന്ന് റൈറ്റ് ഷിഫ്റ്റും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. അടുത്തത് അതായത് ഓൾ ബിറ്റ്സ് ഓഫ് എ ആർ ഷിഫ്റ്റഡ് റൈറ്റ്. അടുത്ത കേസ്, അതായത് കോംപ്ലിമെന്റ് എടുത്ത കേസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യുന്നു, സബ്ട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു അണ്ടർഫ്ലോ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അണ്ടർഫ്ലോ നടക്കുകയാണെങ്കിൽ അണ്ടർഫ്ലോ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ്, അണ്ടർഫ്ലോ ചെക്ക് ചെയ്യുക. അതിന് മുന്നേ ഇവിടെ ഇ ഈക്വൽ ടു 1 ആണോ 0 ആണോ നോക്കും. അപ്പൊ 0 ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് തന്നെ അതിന്റെ കോംപ്ലിമെന്റ് ഒന്നും കൂടെ ചൂസ് കോംപ്ലിമെന്റ് എടുക്കേണ്ടി വരും. സൈനിനെ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതായത് എ ലെസ് ദാൻ ബി എന്നുള്ള നമ്മൾ ആദ്യം സൈനിന്റെ മാഗ്നിറ്റ്യൂഡിൽ ചെയ്ത സംഭവം എ ലെസ് ദാൻ ബി ആണെങ്കിൽ അതിന്റെ നമ്മൾ കോംപ്ലിമെന്റ് എടുക്കണം, സൈനും ചേഞ്ച് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഈ 1 ആണെങ്കിൽ നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യുന്നത് എയിലുള്ള ആൻസർ 0 ആണോ എന്നാണ്. എയിലുള്ള ആൻസർ 0 ആണെങ്കിൽ, അതായത് മാൻറ്റിസയിലുള്ള വാല്യൂ 0 ആണെങ്കിൽ ആ എൻറ്റയർ ആൻസറിനെ നമ്മൾ 0 ആക്കും, നേരെ എൻഡ് ചെയ്യും. അത് അല്ല എന്നാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 1 ആണോ 0 ആണോ നോക്കും. സോ സപ്പോസ് നമ്മളിപ്പം 0 1 ഇൻറ്റു 10 റേസ് ടു സംതിങ് നോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 1 ആണോ 0 ആണോ നോക്കും. 1 ആണെങ്കിൽ നേരെ എൻഡ് ചെയ്യും. ഇതേപോലെ 0 ആണെങ്കിൽ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അൺടിൽ ഇത് 1 ആവുന്ന വരെ ചെയ്യും. 1 ആവുമ്പോൾ എൻഡ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അൽഗോരിതം, അഡീഷൻ സബ്ട്രാക്ഷന്റെ അൽഗോരിതം ഉണ്ടാവുക.